തിരുവാങ്കുളത്ത് അമ്മ പുഴയിലേക്ക് എറിഞ്ഞ 3.5 വയസ്സുകാരുടെ മരണം. ശരിക്കും പറഞ്ഞാൽ അത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു സംഭവം തന്നെയാണ്. പക്ഷേ കുറച്ചുകൂടി കാര്യങ്ങൾ ഗൗരവമാവുകയാണ് അതിപ്പോ. ഒരു അമ്മയുടെ മാനസിക സംഘർഷത്തിന്റെ ഭാഗമായിട്ട് നടന്ന ഒരു കൊലപാതകം എന്നാണ് നമ്മൾ ആദ്യം കരുതിയിരുന്നത്. പക്ഷേ ഇപ്പോൾ അതല്ല, അവസ്ഥ മാറി. ആ ഒരു കുട്ടി ഗുരുതരമായിട്ടുള്ള ലൈംഗിക പീഡനത്തിന് ഇരയായിട്ടുണ്ട് എന്നാണ് അതിന്റെ സത്യാവസ്ഥ എന്ന് പറയുന്നത്. സത്യത്തിൽ ഇന്നലെയൊക്കെ ഈ ഒരു അമ്മയെ വളരെയധികം കുറ്റക്കാരിയായിട്ടാണ് നമ്മൾ എല്ലാവരും കണ്ടത്. എന്നാൽ ഇപ്പോൾ അതൊരു മാറ്റി പറയുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ്. കാരണം മകൾ സ്വന്തം വീട്ടിൽ സുരക്ഷിതയല്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണോ, മറ്റൊന്നും ചെയ്യാൻ കഴിയാത്തത് കൊണ്ടും അവർ ഇങ്ങനെ ചെയ്തതാണോ എന്നുള്ള ഒരു സംശയം പോലും ഇപ്പോൾ എല്ലാവർക്കും വരുന്നുണ്ട്. മനുഷ്യ മനസാക്ഷി വരെ നടക്കുന്ന വിവരങ്ങൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ആ ഒരു 4 വയസ്സുകാരി കഴിഞ്ഞ 1 വർഷമായി കൊടിയ പീഡനത്തിനിരയായിരുന്നു. അതും സ്വന്തം പിതൃ സഹോദരനിൽ നിന്ന്. തന്റെ മകൾക്കൊപ്പം പിതൃ സഹോദരൻ പലപ്പോഴും അന്തി ഉറങ്ങാറുണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ കുട്ടിയുടെ അമ്മയുടെ മൊഴി വന്നിരിക്കുന്നത്. ഈ ഒരു പിതൃ സഹോദരൻ പലപ്പോഴും ഈ ഒരു കുട്ടിയെ പീഡിപ്പിച്ചിരുന്നു എന്ന് ഈ ഒരു കുട്ടി അമ്മയോട് പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു പീഡന വിവരം കുട്ടി തന്നോട് പറഞ്ഞിരുന്നു എന്നാണ് ഈ ഒരു അമ്മ ഒടുവിൽ പോലീസിന് നൽകിയ മൊഴിയിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത്. എന്റെ മകളെ ഞാൻ രക്ഷിക്കുകയായിരുന്നു എന്നാണ് ആ ഒരു അമ്മ ഒടുവിൽ പറഞ്ഞത്. പക്ഷെ ഈ ഒരു സംഭവത്തിന്റെ പിന്നിലെ ഒരുപാട് ദുരൂഹതകൾ ഈ ഒരു സംഭവത്തിന് പിന്നിലുണ്ട് എന്ന് തന്നെയാണ് പുറത്തു വരുന്ന വിവരം. അതായത് ഈ ഒരു പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർമാർ തന്നെയാണ് യഥാർത്ഥ സത്യം പുറം ലോകത്തും എത്തിച്ചത്. ഇതാണ് ദൈവത്തിന്റെ ഇടപെടൽ എന്ന് പറയുന്നത്. ആ ഒരു പുഴയിലേക്ക് ആ ഒരു പിഞ്ചു കുഞ്ഞിനെ വലിച്ചെറിഞ്ഞുവെങ്കിലും ദൈവം തെളിവുകൾ അവശേഷിപ്പിച്ചു. ഒടുവിൽ പ്രതി അറസ്റ്റിലായി. മരിക്കുന്നതിന് തൊട്ട് മുൻപ് വരെ ആ ഒരു പിഞ്ചു കുഞ്ഞിനെ ഈ ഒരു നരാധവൻ പീഡനത്തിന് ഇരയാക്കി. അതായത് തൊട്ട് തലയുന്ന രാത്രി ഈ ഒരു കുഞ്ഞിനോടൊപ്പം അന്തി ഉറങ്ങിയതും ഈ ഒരു പിതൃ സഹോദരൻ തന്നെയായിരുന്നു. പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർമാർ അക്കാര്യങ്ങളെല്ലാം വ്യക്തമാക്കി തന്നെ പറയുന്നുണ്ട്. കുട്ടിയുടെ സ്വകാര്യ ഭാഗങ്ങളിൽ മുറിവുകളും കുട്ടിയെ ക്രൂരമായി പ്രകൃതി വിരുദ്ധ ലൈംഗികതയ്ക്ക് ഇരയാക്കി എന്നൊക്കെ ആ ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അടിവരയിടുന്നു. എല്ലാ തെളിവുകളും ശേഖരിച്ചതിനു ശേഷമാണ് കുട്ടിയുടെ പിതൃ സഹോദരനെ ചോദ്യം ചെയ്യലിനായിട്ട് പോലീസ് വിളിപ്പിച്ചു വരുത്തിയത്. കുട്ടിയെ ഏതെങ്കിലും തരത്തിൽ പീഡിപ്പിച്ചോ എന്നുള്ള ചോദ്യത്തോട് പിതൃ സഹോദരൻ ആദ്യം ഇല്ല എന്ന മറുപടിയാണ് തന്നത്. എന്നാൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പോലീസ് ചോദ്യങ്ങൾ ആവർത്തിച്ചപ്പോൾ അയാൾ പൊട്ടിക്കരഞ്ഞു. ആ നരാധമന്റെ കള്ളക്കണ്ണീരിന് മുന്നിൽ പോലീസ് തളർന്നില്ല. അവർ വീണ്ടും ചോദ്യം ചെയ്തപ്പോൾ മണിയായിട്ട് എല്ലാം തുറന്നു പറഞ്ഞു. കഴിഞ്ഞ 1 വർഷമായി ആ പിഞ്ചു കുഞ്ഞിനെ അയാൾ പീഡനത്തിന് ഇരയാക്കി. അതും പ്രകൃതി വിരുദ്ധ പീഡനങ്ങൾക്ക് ഉൾപ്പെടെ ലൈംഗിക വൈകൃതത്തിന് ഇരയായതും. ഒരു പിഞ്ചു കുഞ്ഞ് തിരിച്ചറിവ് പോലും ആകാത്ത പ്രായത്തിൽ ആ നരാധമന്റെ കൈകളിൽ അവൾ ഞെരിഞ്ഞുടക്കപ്പെട്ടു. എന്നാൽ പിതൃ സഹോദരന്റെ ഈ ഒരു ക്രൂരതയ്ക്ക് എന്തുകൊണ്ട് അമ്മ ഇതുവരെ കൂട്ടുനിന്നു എന്നുള്ള ചോദ്യം അവശേഷിക്കുകയാണ്. അവിടെയാണ് ആ ഒരു പിതൃ സഹോദരനും അമ്മയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ചില സംശയങ്ങൾ സമൂഹം ഉന്നയിക്കുന്നതും. ആരും അറിയാതെ പോകുമായിരുന്ന ആ ഒരു പീഡന വിവരം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൂടെ പുറം ലോകം അറിഞ്ഞതും. പോലീസിന്റെ സമർത്ഥമായ ഇടപെടൽ പ്രതി കുടുങ്ങിയത് സ്വന്തം പിതൃ സഹോദരനാണ് എന്ന് തിരിച്ചറിയുമ്പോഴാണ് കേരളം അത്രമേൽ നടക്കുന്നത്. ഒടുവിൽ ആ ഒരു പിഞ്ചു കുഞ്ഞിനെ പുഴയിൽ എറിഞ്ഞു കൊന്നു ആ അമ്മ. ആ ഒരു കുഞ്ഞ് എന്തൊക്കെ ത്യാഗം സഹിച്ചു കാണുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അവൾ അത്രമേൽ സഹിച്ചിട്ടുണ്ടാകും. ഭർത്തൃ വീട്ടുകാരെ തന്റെ മകൾക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു എന്നാണ് ആ ഒരു സ്ത്രീ പോലീസിനോട് പറഞ്ഞത്. ഭർത്തൃ വീട്ടുകാരെ വിഷമിപ്പിക്കാനാണ് താൻ കുഞ്ഞിനെ പുഴയിൽ എറിഞ്ഞു കൊന്നതെന്നാണ് ആ ഒരു സ്ത്രീ മൊഴി കൊടുത്തത്. ഈ കള്ളമൊഴി കൊടുത്തതിന്റെ പൊരുൾ എന്ത്? ആ കുഞ്ഞ് എല്ലാം ഈ ഒരു സ്ത്രീയോട് തുറന്നു പറഞ്ഞിരുന്നു എന്നാണ് പ്രതി പോലീസിനോട് പറഞ്ഞത്. അതിൽ നിന്ന് ഒരു കാര്യം ഊഹിക്കാം. തുടർച്ചയായും ആദ്യഘട്ടത്തിൽ പുഴയിലേക്ക് വലിച്ചെറിഞ്ഞു കൊന്ന മകളെ എന്തിനെ കൊന്നു എന്ന് സ്ത്രീയോട് പോലീസ് ആവർത്തിച്ച് ചോദിച്ചപ്പോഴും അവർ പറഞ്ഞത് ഭർത്തൃ വീട്ടുകാരെ വിഷമിപ്പിക്കാൻ എന്നുമാണ്. അതിനർത്ഥം പിതൃ സഹോദരനെ രക്ഷിക്കാൻ അവൾ ഇപ്പോഴും ശ്രമിക്കുന്നു എന്നല്ലേ? ഇതിനർത്ഥം ഈ സ്ത്രീയും പിതൃ സഹോദരനും തമ്മിൽ എന്ത് ബന്ധം എന്നതാണ്. പീഡനം എന്തെന്ന് പോലും തിരിച്ചറിയാത്ത ഒരു കുഞ്ഞു പ്രായത്തിലാണ് ആ ഒരു കുട്ടിയെ ഇത്രമേൽ പീഡിപ്പിച്ചതും. ഇങ്ങനെയുള്ള കാട്ടാളന്മാർക്ക് ഒരു ജീവിതവും അനുവദിക്കരുത്. അതിനെ തക്കതായിട്ടുള്ള ശിക്ഷ നൽകി അവനെ ഇനി പുറം ലോകം കാട്ടരുത്. ഇന്നലെ ചോദ്യം ചെയ്യലുകളുടെ ഒടുവിലാണ് ഇന്ന് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. വൈകാതെ തന്നെ ഇയാളെ കോടതിയിൽ ഹാജരാക്കുമെന്നാണ് പോലീസ് പറയുന്നത്. കൊലപാതക കേസിന് പിന്നാലെ തന്നെ ഈ ഒരു കുട്ടി പീഡനത്തിനിരയായി എന്നുള്ള വാർത്ത പുറത്തു വന്നതോടെയാണ് കേരളം അക്ഷരാർത്ഥത്തിൽ ഞെട്ടിത്തെരിച്ചു നിൽക്കുന്നത്. ആലുവ പുത്തൻകുരിശ് ഡിവൈഎസ്പിമാരുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം ഈ ഒരു കേസ് അന്വേഷിക്കുമെന്നാണ് ഇപ്പോൾ പോലീസ് മേധാവി പറയുന്നത്. മാതാപിതാക്കൾക്കൊപ്പം കുട്ടി താമസിക്കുന്ന വീടിന് തൊട്ടടുത്ത് തന്നെയാണ് പിതൃ സഹോദരനും താമസിക്കുന്നത്. പലപ്പോഴും ഈ ഒരു പിഞ്ചു കുഞ്ഞിനെ അംഗനവാടിയിൽ കൊണ്ടുപോകുന്നത് ഇതേ പിതൃ സഹോദരൻ തന്നെയായിരുന്നു. കുഞ്ഞിനോടൊപ്പം പലപ്പോഴും ഇയാൾ ഉറങ്ങാനും പോയിട്ടുണ്ട്. ഇയാൾ വീട്ടിലെത്തി കുഞ്ഞിനെ അത്രമേൽ ലാളിക്കുന്നു എന്നൊക്കെയാണ് ഇയാൾ കുടുംബത്തിലുള്ളവരും പറഞ്ഞത്. ഇവിടെയാണ് നമുക്ക് പല സംശയങ്ങളും ഉരുത്തിരിയുന്നത്. എന്തുകൊണ്ട് ഒരമ്മ തന്റെ കുഞ്ഞിനെ പിതൃ സഹോദരൻ കഴിഞ്ഞ 1 വർഷമായി പീഡിപ്പിച്ചിട്ടും അത് തിരിച്ചറിഞ്ഞില്ല എന്ന് പോലീസിന് മുന്നിൽ പറഞ്ഞത്?
എന്തുകൊണ്ട് പിതൃ സഹോദരൻ തന്നെ പീഡിപ്പിച്ചു എന്ന് കുഞ്ഞ് അമ്മയോട് തുറന്നു പറഞ്ഞിരുന്നിട്ടും അതിന്റെ പേരിൽ പ്രതിയുടെ മുഖത്തടിക്കുകയും അയാളെ ചീത്ത വിളിക്കുകയൊക്കെ ചെയ്തിരുന്നു. എന്നാൽ ആ ഒരു അമ്മ എന്തുകൊണ്ട് പോലീസിൽ അവൾ പരാതി നൽകിയില്ല? കുട്ടിയുടേത് മുങ്ങി മരണം തന്നെ എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. എന്നാൽ ഡോക്ടർമാരുടെ നിരീക്ഷണത്തിൽ ഞെട്ടിക്കുന്ന പല വസ്തുതകളും കണ്ടെത്തി. അതാണ് കഴിഞ്ഞ ഒരു വർഷമായി നിരന്തരം കുട്ടി പീഡിപ്പിക്കപ്പെട്ടിരുന്നു എന്നുള്ള ഏറ്റവും നടുങ്ങുന്ന യാഥാർത്ഥ്യം. കൊലപാതകം മാത്രമല്ല, കുട്ടി ക്രൂരമായ പീഡനത്തിന് ഇരയായി എന്ന് മനസ്സിലാക്കിയ പോലീസ് തുടർന്ന് കുട്ടിയുടെ ബന്ധുക്കളെ ഓരോരുത്തരായി വിളിപ്പിച്ചു വരുത്തി ചോദ്യവും ചെയ്തു. ഇതിനിടയിലാണ് സംശയമുന കൃത്യമായിട്ട് പിതൃ സഹോദരനിലേക്ക് നീങ്ങിയതും. തുടർന്ന് പോലീസിന്റെ ചോദ്യം ചെയ്യലും അറസ്റ്റും പിതൃ സഹോദരനെ രക്ഷിക്കുന്ന മൊഴികൾ തുടക്കം മുതലേ നൽകിയതും ഈ ഒരു പെൺകുട്ടിയുടെ അമ്മ തന്നെ. ഭർത്താവുമായി തെറ്റിപ്പിരിഞ്ഞു നിൽക്കുന്ന അമ്മയുടെ മറ്റെന്തോ താല്പര്യത്തിന്റെ പേരിലാണ് പിതൃ സഹോദരനെ അവൾ രക്ഷിക്കാൻ ശ്രമിച്ചത്. കുട്ടിയുടെ മാതാപിതാക്കൾ തമ്മിലുള്ള സ്വരചേർച്ച പിതൃ സഹോദരൻ മുതലെടുക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഒത്തിരിയേറെ ദുരൂഹതകൾ ഈ ഒരു സംഭവത്തിന് പിന്നിലുണ്ട്. സ്വരചേർച്ചയ്ക്ക് മുന്നിൽ പിതൃ സഹോദരന്റെ ഇടപെടലുകളും ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ എന്ന് പറഞ്ഞാൽ അവരുടെ കുടുംബജീവിതം പൂർണ്ണമായി താളം തെറ്റിയിരുന്നു. മാതാപിതാക്കൾ തമ്മിൽ വഴക്ക്, അത് പതിവായി. ഇതോടെയാണ് പിതൃ സഹോദരൻ പതിവായി ആ ഒരു പിഞ്ചു കുഞ്ഞിനോടൊപ്പം കിടന്നുറങ്ങാൻ ശ്രമിച്ചത്. സ്വന്തം അമ്മ വീട്ടിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായിട്ടും ആ പിഞ്ചു കുഞ്ഞിനെ അതേ വീട്ടിൽ നിർത്തുന്നു. ഭർത്തൃ വീട്ടുകാർക്കൊക്കെ കുഞ്ഞിനോട് അമിത വാത്സല്യമാണ്, സ്നേഹമാണ് എന്ന് ഇതേ സ്ത്രീ പോലീസിന് മുന്നിൽ മൊഴി നൽകുന്നു. തികഞ്ഞ അരക്ഷിതാവസ്ഥയിലാണ് ആ രണ്ട് കുട്ടികളും ആ വീട്ടിൽ കഴിഞ്ഞതെന്നുള്ള കാര്യം വ്യക്തമാണ്. ഒരിക്കൽ അമ്മ ഇരു കുട്ടികളെയും സ്വന്തം വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോയതിന് പിന്നാലെ അമ്മയ്ക്ക് മാനസിക അസ്വസ്ഥതയുണ്ട് എന്ന തരത്തിലെ പ്രചാരണം. പിന്നീട് കുട്ടികൾക്കൊപ്പം ജീവിക്കാൻ ആഗ്രഹം പറഞ്ഞ ആ അമ്മ ആ വീട്ടിലേക്ക് തിരിച്ചു വന്നു. എങ്കിലും ഒന്നും അത്ര ഭദ്രമായിരുന്നില്ല. വീണ്ടും ഭർത്താവും ഭാര്യയും തമ്മിലുള്ള സ്വരചേർച്ച. കുട്ടി പീഡനത്തിനിരയായി എന്ന് മനസ്സിലാക്കിയ ആ ഒരു അമ്മ കുട്ടിയെ പുഴയിൽ എറിഞ്ഞു കൊല്ലാൻ തീരുമാനമെടുക്കുന്നു. ഇവിടെയാണ് ഒരുപാട് ദുരൂഹതകൾ ഒളിഞ്ഞിരിക്കുന്നത്. കുട്ടിയെ പുഴയിൽ എറിഞ്ഞു കൊല്ലാൻ തീരുമാനിച്ചതിന് പിന്നിൽ മറ്റു ദുരൂഹതകൾ ഉണ്ട് എന്ന് വ്യക്തമാക്കുന്നതാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന തെളിവുകൾ. പിതൃ സഹോദരനും പെൺകുഞ്ഞിന്റെ അമ്മയും തമ്മിലുള്ള ബന്ധമെന്ന് സമൂഹം ചോദിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. ഇപ്പോൾ കാക്കനാട് ജില്ലാ ജയിലിലുള്ള അമ്മയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുമെന്നാണ് പോലീസ് പറയുന്നത്. അപ്പോൾ കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വരും. കുട്ടിയെ കാണാതായി തിരച്ചിൽ നടത്തുന്ന സമയത്ത് ആ ഒരു സ്ഥലത്തെത്തിയ ഭർത്താവിനോട് എന്റെ കുഞ്ഞിനെ കൊന്നില്ലേ, ഇനി എന്നെയും കൊല്ലാനാണോ വന്നത് എന്ന് കുട്ടിയുടെ അമ്മ ചോദിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ കുട്ടിയെ കൊലപ്പെടുത്തിയതും പീഡനവുമായി ബന്ധമുണ്ടോ എന്നുള്ള സംശയവും ശക്തമാണ്. ഫോൺ രേഖകളടക്കം പരിശോധിക്കേണ്ടതുണ്ട് എന്ന് അന്വേഷണ സംഘം തീർത്തു പറയുന്നുണ്ട്. തിങ്കളാഴ്ച വൈകിട്ട് ഭർത്തൃ വീട്ടിന്റെ സമീപത്തുള്ള അംഗനവാടിയിൽ നിന്ന് കുട്ടിയുമായി അമ്മ സ്വന്തം നാടായ ആലുവ കുറുമശ്ശേരിയിലേക്ക് തിരിക്കുന്നതും വഴിക്ക് വെച്ച് കുട്ടിയെ മൂഴിക്കുളം പാലത്തിൽ നിന്ന് താഴേക്ക് വലിച്ചെറിഞ്ഞ് കൊലപ്പെടുത്തുന്നതും കുട്ടിയുമായി അന്ന് വൈകിട്ട് അമ്മ ആലുവ മണപ്പുറത്ത് എത്തിയിരുന്നതും വൈകിട്ട് 7:30 മണിയോടെ തിരിച്ച് വീട്ടിൽ വന്ന് കയറിയപ്പോൾ ആദ്യം പരസ്പര വിരുദ്ധമായി അവർ സംസാരിച്ചു. പിന്നീട് മൂഴിക്കുളം പാലത്തിൽ നിന്ന് കുട്ടിയെ താഴേക്ക് വലിച്ചെറിഞ്ഞു എന്ന് അവർ തന്നെയാണ് വ്യക്തമാക്കിയത്. പിറ്റേന്ന് 2:20 നാട്ടുകാർ കുട്ടിയുടെ മൃതദേഹം ചാലക്കുടി പുഴയിൽ നിന്ന് കണ്ടെടുത്തു. പിതൃ സഹോദരന്റെ കൊടും ക്രൂരതയ്ക്കൊപ്പം ഇപ്പോഴും ഒളിഞ്ഞിരിക്കുന്ന പല സത്യങ്ങളും ഈ ഒരു കൊലപാതകത്തിന് പിന്നിലുണ്ട്. പീഡനവും കൊലപാതകവും തമ്മിൽ ബന്ധമുണ്ടെന്നും കുട്ടിയെ രക്ഷിക്കുകയായിരുന്നു താനെന്ന് പറഞ്ഞാണ് ഈ സ്ത്രീ എന്തുകൊണ്ട് പോലീസിന് മുന്നിൽ സത്യം തുറന്നു പറഞ്ഞില്ല? പിതൃ സഹോദരനെ രക്ഷിക്കാനുള്ള തിടുക്കം എന്തുകൊണ്ട് ഈ ഒരു കുഞ്ഞിന്റെ അമ്മ കാട്ടി? മാലാക കുട്ടിയായിരുന്ന അവൾ തങ്ങൾക്കെന്നാണ് അംഗനവാടിയിലെ ടീച്ചർമാരും മറ്റു പെൺകുട്ടികളും ഒക്കെ സാക്ഷ്യപ്പെടുത്തുന്നത്. നാട്ടുകാർക്കും ആ ഒരു പെൺകുഞ്ഞിനെ കുറിച്ച് നല്ലത് മാത്രമേ പറയാനുള്ളൂ. എല്ലാവരോടും സ്നേഹത്തോട് പെരുമാറിയുന്ന ഒരു മിടുമിടുക്കി. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ തെളിവുകൾ മാത്രമല്ല, മറ്റു തെളിവുകളും തങ്ങൾക്ക് ലഭിച്ചുവെന്നും പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. പ്രതി ഇനി രക്ഷപ്പെടില്ല എന്നുള്ള കാര്യം വ്യക്തമായിട്ടുണ്ട്. എന്നാൽ ഈ ഒരു നിഷ്ഠൂര കൊലപാതകത്തിന് പിന്നിൽ അമ്മയുടെ പങ്ക് എത്രമാത്രം ഉണ്ടെന്നും തന്നെ കൊലപാതക കേസ് അന്വേഷിക്കുന്നത് ചെങ്ങമനാട് പോലീസാണ്. പീഡന കേസ് അന്വേഷിക്കുന്നത് പുത്തൻകുരിശ് പോലീസും. ഇനി അവർ സംയുക്തമായിട്ട് കേസ് അന്വേഷണവുമായിട്ട് മുന്നോട്ട് പോകും. കുട്ടിയെ എന്തുകൊണ്ട് കൊലപ്പെടുത്തിയെന്ന് തുടക്കത്തിൽ തന്നെ അമ്മ വ്യക്തമാക്കിയിരുന്നില്ല. ആണ് ദുരൂഹതകൾ ഏറെ വർദ്ധിപ്പിക്കാനുള്ള കാരണം. തലക്കേറ്റ ക്ഷതമാണ് മരണകാരണം എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. പാലത്തിൽ നിന്ന് എറിഞ്ഞപ്പോൾ തലയ്ക്ക് പരിക്കേറ്റ കുട്ടി മരിച്ചു, ആന്തരിക അവയവങ്ങളിലൊക്കെ വെള്ളം കയറിയിരുന്നു, ഹൃദയാഘാതവും ഉണ്ടായി എന്നൊക്കെ വിവരങ്ങളും ഈ ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തന്നെയുണ്ട്. അതിനുശേഷം വിശദമായിട്ടുള്ള പരിശോധനയിലാണ് ഈ ഒരു കുഞ്ഞ് പീഡനത്തിനിരയായി എന്നുള്ള നടുക്കുന്ന വിവരം പുറത്തു വരുന്നത്. ആലുവ ഡിവൈഎസ്പി TR രാജേഷിന്റെ നേതൃത്വത്തിൽ പോലീസും അഗ്നിരക്ഷാ സേനയും നാട്ടുകാരും ചേർന്നാണ് തിങ്കളാഴ്ച രാത്രി ചാലക്കുടി പുഴയിൽ തെരച്ചിൽ നടത്തിയത്. 12:30 മുതൽ സ്കൂബ ടീം അംഗങ്ങളുടെ നേതൃത്വത്തിൽ പുഴയുടെ അടിത്തട്ടിൽ പരിശോധന നടത്തിയിരുന്നു. ഒടുവിൽ ചൊവ്വാഴ്ച പുലർച്ചെയാണ് കുട്ടിയുടെ മൃതദേഹം കിട്ടിയത്. ഇത് മാതാവായ സ്ത്രീയും കുടുംബത്തിലെ മറ്റൊരു അംഗവുമായ പിതൃ സഹോദരൻ ചേർന്ന് ചെയ്യുന്ന ക്രൂരതയുടെ കഥ മാത്രമല്ല, നിശ്ചലമായും ഇരയായ ഒരു കുഞ്ഞിന്റെ നിസ്സഹായതയും അതിനോട് ആർക്കും ഉണ്ടായിരുന്നില്ലാതെ പോയ ഒരു സഹാനുഭൂതിയുമാണ്. ഈ ഒരു സംഭവത്തിൽ പോലീസ് ഉദ്യോഗസ്ഥരും മെഡിക്കൽ സംഘവും കൃത്യമായിട്ടുള്ള അന്വേഷണങ്ങൾ നടത്തിയിട്ടുള്ളതും
ഉദ്ദേശിച്ചു നോക്കിയ സമയത്ത് ശരിയായ നീതി ഉറപ്പാക്കാൻ സഹായകവുമാകട്ടെ. എന്നാൽ ഈ ഒരു സംഭവത്തിൽ അമ്മയുടെ പങ്ക്, അതിന്റെ പിന്നിലുള്ള മനോഭാവം, സമ്പർക്കങ്ങൾ, മൊഴിയിലെ വൈരുദ്ധ്യങ്ങൾ എല്ലാം കൂടുതൽ പരിശോധിക്കേണ്ടത് തന്നെയാണ്. നീതിക്കായി എല്ലാവരും ഒന്നിക്കേണ്ട സമയമാണിത്. ഇത്തരത്തിൽ ഒരു കുഞ്ഞിന്റെ ജീവിതം അപ്രതീക്ഷിതമായിട്ട് തകർന്നു പോയതിന്റെ ഉത്തരവാദിത്വം പ്രതികൾക്ക് മാത്രമല്ല, സമുദായത്തിനും സമൂഹമായ നമ്മൾ ഓരോരുത്തർക്കും ഇൻട്രോസ്പെക്ഷൻ നടത്തേണ്ടത് തന്നെയാണ്. പിഞ്ചു മനസ്സുകൾക്കായിട്ടുള്ള ഒരു സുരക്ഷിതമായിട്ടുള്ള സമൂഹം നമുക്ക് തീർക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചറിയേണ്ട ഒരു സമയം തന്നെയാണിത്. ഇത് വെറും ഒരു സംഭവമായിട്ട് ഒരിക്കലും കാണരുത്. ഇത് വെറും ഒരു ക്രൈമായിട്ട് കാണരുത്. മാതൃത്വത്തിന്റെ തിരിച്ചറിയലിനും കുടുംബ ബന്ധങ്ങളിലെ ആത്മാർത്ഥതയ്ക്കും മനുഷ്യത്വത്തിന്റെ അടിസ്ഥാനത്തിനുമുള്ള വലിയ ചോദ്യം ചെയ്യൽ തന്നെയാണ്. കുറ്റക്കാർക്ക് നിയമപ്രകാരം കഠിനമായ ശിക്ഷ ഉറപ്പാക്കി കൊടുക്കുകയും ഇത്തരമൊരു ദുരന്തം ആവർത്തിക്കപ്പെടാതിരിക്കാൻ സാമൂഹിക ഇടപെടലുകൾ ശക്തിപ്പെടുത്തുകയും ചെയ്യേണ്ടതും അനിവാര്യം തന്നെയാണ്. ഒടുവിൽ ആ ഒരു മാലാഖ കുഞ്ഞിന്റെ ജീവന് നീതി ലഭിക്കണം. അതോടൊപ്പം സമൂഹം വീണ്ടും ഇത്തരം ഒരു ദുരന്തം സഹിക്കാതിരിക്കണം എന്നതിനും ശ്രമിക്കേണ്ടത് തന്നെയാണ്.